സിൽവാൻ ഹിൽസ് റിസോർട്ട്, കക്കാടംപൊയിൽ, മലപ്പുറം. സ്വകാര്യ ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആംബുലൻസ് ഡ്രൈവറായ ഷാജഹാൻ പാത്തിപ്പാറ നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തന്റെ ആംബുലൻസ് നിലമ്പൂർ കോവിലകത്ത് മുറിയിലെ ശ്യാം സുന്ദർ എന്ന രാധാകൃഷ്ണന് കൊടുത്തിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് വിൽപ്പന നടത്തിയത്. ആംബുലൻസിന്റെ ആർസിയിൽ ഇപ്പോഴും തന്റെ പേരിലാണ്. ആംബുലൻസിൽ കൽവിളക്ക് രാധാകൃഷ്ണൻ വീട്ടിലേക്ക് കൊണ്ടുവരികയും പ്രദേശവാസികൾ ഇത് തടയുകയും ചെയ്തു. പോലീസെത്തി ആംബുലൻസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു. ആംബുലൻസിൽ കൽവിളക്ക് കൊണ്ടുവന്നതിന് നിയമപ്രകാരമുള്ള പിഴയായ 3000 രൂപ അടക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ആംബുലൻസ് വാഹനം പോലീസ് വിട്ടു നൽകി. തുടർന്ന് പരാതികൾ വീണ്ടും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. എല്ലാ ചട്ടങ്ങളും പാലിച്ച് ആംബുലൻസ് പിന്നീട് വിട്ടുകിട്ടുകയും ചെയ്തു. ഇതിനിടയിൽ ആംബുലൻസിൽ വ്യാപകമായി കഞ്ചാവ് കടത്തുന്നു എന്ന രീതിയിൽ തൻ്റെ ആംബുലൻസിൽ വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഷൊർണൂർ സ്വദേശിയാണ് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം നടത്തുകയും തന്നെയും ആംബുലൻസ് ഡ്രൈവർമാരെയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്തത്. ഇതിനാൽ തന്നെ ഇയാൾക്കെതിരെ സൈബർ സെല്ലിലും നിലമ്പൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. തന്നെ അപകീർത്തിപ്പെടുത്തിയ വ്യക്തികൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മാനസിക പ്രശ്നങ്ങളുണ്ട്. എൻ്റെ കുടുംബത്തിനും എനിക്കും സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ പൊതുജനങ്ങളിലെത്തണം, ജനം മനസ്സിലാക്കണം. ഇങ്ങനെ ഫേക്ക് ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇനി വേറൊരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരാൻ പാടില്ല എന്നതും ഈ രീതിയിൽ കുപ്രചരണം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്നുമാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഈ സമൂഹത്തിൽ അവഗണിച്ച ഈ പ്രവൃത്തി ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിന് നിങ്ങളെല്ലാവരുടെയും പത്രപ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും ഇതിന് അനിവാര്യമാണ്. സ്വകാര്യ ആംബുലൻസുകൾക്ക് അനിവാര്യമാണ്. ഇതുപോലെ സ്വകാര്യ ആംബുലൻസുകളെ തകർക്കാനും വ്യക്തി വിദ്വേഷം ചെയ്ത് തകർക്കുന്ന ഈ രീതിയിലുള്ള സ്വഭാവ പ്രവൃത്തി ചെയ്യുന്നവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണമെന്നാണ് ഇതിലൂടെ എനിക്ക് പറയാനുള്ളത്. വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരെ മാനനഷ്ടത്തിന് നമ്മൾ മാനസികപരമായിട്ട് തളർത്തിയതിനും എതിരെ അതിൻ്റെ കേസും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകും. ഇതിൻ്റെ എല്ലാ പ്രൊസീജിയറും നിയമങ്ങളും വിട്ട് കഴിഞ്ഞ് വണ്ടി ഇപ്പോൾ പുറത്ത് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നലെയാണ് ഇത് വീണ്ടും എഡിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. കഞ്ചാവ് ചാക്കും പടി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും മൊബൈലിലുണ്ടാവും ഇത്. ഇന്നിപ്പോൾ ഞാനിത് വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയപ്പോൾ ഇത് കണ്ടാണ്ട് ഓടി വന്നവരുണ്ട്. അല്ല, ഇത് കഞ്ചാവ് പിടിച്ച വണ്ടിയല്ലേ എന്ന് വെച്ചിട്ടുണ്ട്. ഈ തെളിവടക്കം കാണിച്ചപ്പോൾ ബോധ്യമായി. അപ്പോൾ അവർ തന്നെ വിലയിരുത്തണം ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്. വാഹനം വാങ്ങിയ ശ്യാം സുന്ദർ എന്ന രാധാകൃഷ്ണനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എ+ വിഷൻ, നിലമ്പൂർ. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ പ്രകൃതിയുടെ മടിത്തട്ടിൽ അലിഞ്ഞു ചേരാനൊരിടം. കക്കാടംപൊയിൽ സിൽവാൻ ഹിൽസ് റിസോർട്ട്. കോടമഞ്ഞിറങ്ങുന്ന മലനിരകളും പച്ചപ്പണിഞ്ഞ പ്രകൃതിയും തണുപ്പിന്റെ വശ്യതയും ഇവിടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രീമിയം AC ആൻഡ് നോൺ AC റൂമുകൾ. കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാൻ ഡോർമെറ്ററി സൗകര്യം. ഫാമിലി ഇൻഫിനിറ്റി പൂൾ. ബാച്ചിലേഴ്സിനായി പ്രത്യേക സ്വിമ്മിംഗ് പൂൾ. കുട്ടികൾക്കായി കളിക്കാനും രസിക്കാനും കിഡ്സ് പാർക്ക്. 200 പേരെ ഉൾക്കൊള്ളാവുന്ന AC ഓഡിറ്റോറിയം. കൂടാതെ വിശാലമായ ഡൈനിങ്ങോട് കൂടിയ റെസ്റ്റോറന്റുമെല്ലാം സിൽവാൻ ഹിൽസിന്റെ പ്രത്യേകതയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് താമസിക്കാം. ഒട്ടും വൈകിക്കാതെ ഉടൻ തന്നെ നിങ്ങളുടെ അവധിക്കാലം സിൽവാൻ ഹിൽസിനൊപ്പം ആഘോഷമാക്കൂ. സിൽവാൻ ഹിൽസ് റിസോർട്ട്, കക്കാടംപൊയിൽ, മലപ്പുറം. ഫോൺ 7592000082.